ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ചോറാണ്. അങ്ങനെ നമുക്ക് ലഞ്ച് ബോക്സിലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വെക്കാം. ഞാൻ കുക്കറിൽ 4 പിസിലടിയാൻ വെക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ചോറാണ് ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാം. നമ്മൾ ഉച്ചക്ക് വെക്കുന്ന സാധാരണ പുഴുങ്ങലരി ചോറ് കൊണ്ടും പിന്നെ റേഷൻ അരി കൊണ്ടും അടിപൊളി ടേസ്റ്റ് ഇത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. 4 പിസിലടിയണം. നമ്മൾ പുഴുങ്ങലരിയായതുകൊണ്ട് 4 പിസിലടിയണം. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ കാണുമ്പം തന്നെ വെള്ളയിട്ടിന്ന് വായിൽ വെള്ളം ഊറും. അടിപൊളി ടേസ്റ്റ് തന്നെ. നമ്മളെ ചെമ്മീൻ കൊണ്ടുള്ള ചോറാണ് ഇത്. എല്ലാവരും വീട്ടിലുണ്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മളെ ചെമ്മീൻ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മുളക്, മഞ്ഞൾ, ഉപ്പ് എല്ലാം പെരക്കിയതിന് ശേഷം ചീനച്ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ വറുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മളെ ഫ്രൈ ആക്കി അവിടെ വെച്ച് പിന്നെ നമ്മളെ കുക്കറിലാണ് ഇത് ചോറ് വെക്കാൻ പോകുന്നത്. 4 പിസിലടിയുന്നവരെ വെക്കണേ ചോറ്. അങ്ങനെ കുറച്ച് 2 ടീസ്പൂൺ RKG, പിന്നെ നമ്മളെ ഓയില്. നമുക്ക് സാധാരണ ഓയിൽ RKG ഇല്ലാതെ RKG ഉപയോഗിക്കുക. ഓയിലും RKG. അങ്ങനെ 2 ടീസ്പൂൺ RKG കുറച്ച് ഓയിലും പാർന്ന് പിന്നെ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാട്ടാൻ പറ്റുക. അങ്ങനെ ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, പിന്നെ നമ്മളെ ഉള്ളി വാടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം. അടിപൊളി ടേസ്റ്റാ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണണേ. പ്ലീസ് ലൈക്ക് ചെയ്യൂ. അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള ചോറായത്. അങ്ങനെ നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, മല്ലിച്ചപ്പെല്ലാം ഇടാം. പിന്നെ നമ്മളെ പാകത്തിനുള്ള ഉപ്പിടണം. ഉപ്പിടാൻ ആരും മറന്നു പോരുത്. നമുക്ക് എത്ര അരി ഉണ്ട് അത്ര അരിയും വെക്കുക. വലിയ കുക്കർ വെക്കുക. നമുക്ക് ചെമ്പിലും വെക്കുക. കുക്കറിൽ മാത്രമൊന്നല്ല, ചെമ്പിലും വെക്കുക. ഞാനിപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ആളുകളുണ്ട്. അതിനടക്കായിട്ടുള്ള 1.5 നാങ്ങിൻ്റെ ഉള്ള. അങ്ങനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് ഇറച്ചി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മസാലപ്പൊടികൾ എന്തുണ്ട് നമുക്ക് അതെല്ലാം കുറച്ചിടാം. അങ്ങനെ നമ്മളെ ചെമ്മീന് പൊരിച്ച ചെമ്മീനിട്ട ഇതിലിട്ട് അടിപൊളി ടേസ്റ്റുള്ള ചോറാണ്. അടിപൊളി നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഈ പാട്ടേൻ്റെ അളവിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ 1.4 അളവിലാണ്. അങ്ങനെ നമ്മളെ വെള്ളമെല്ലാം പാർന്ന് വെച്ച് നമ്മൾ അരി കഴുകി ഇട്ട് നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് മൂടിയിട്ട് 4 പിസിലടിക്കുന്നവരെ വെക്കാം. 4 പിസിലടിച്ച് കഴിഞ്ഞാൽ ആവി വെക്കിയതിന് ശേഷം അടിപൊളി ടേസ്റ്റുള്ള കൊഞ്ചം ചോറ് കിട്ടും. അങ്ങനെ 4 പിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ചെമ്മീൻ ചോറ് റെഡിയായി. എല്ലാവരും വീട്ടിലുണ്ടാക്കുക. റേഷൻ അരി കൊണ്ടും വെക്കുക. സാധാരണ ഉച്ചക്ക് തിന്ന ചോറിൻ്റെ അരി കൊണ്ടാണ് ഞാൻ വെച്ചത്. അടിപൊളി ടേസ്റ്റുള്ള എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് എന്തായാലും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.